നിശ്ചയമൊക്കെ കഴിഞ്ഞല്ലോ. കഴിഞ്ഞു ബ്രോ. കല്യാണത്തിന് എന്താ പോണ? ഡേറ്റ് എടുത്തോ? ഇൻഷാ അല്ലാ പോണം. കാശൊക്കെ ഒരുപാട് പൊടിയല്ലോ. നീ പൈസയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ബ്രോ 10-15 ലക്ഷം റുപ്യ പൊട്ടും. ലോൺ എടുക്കാനുള്ള പരിപാടിയാണ്. വീടിന്റെ ആധാരം പണയം വെക്കണം. സാദി, എന്താണ് ലോണിന്റെ കാര്യമൊക്കെ പറയണ്ടല്ലോ? എന്തോ 15 ലക്ഷോ എന്തോ എന്താ ഇത് കല്യാണത്തിന്റെ കാര്യടാ. ഓനെ വീട് പണയം വെച്ച് കല്യാണം കഴിക്കാനുള്ള പരിപാടിയില്ല. എന്താവോ എന്തോ. അല്ല ഷേബേ, നിനക്കിപ്പോ എത്ര സാലറി? ഏകദേശം 300 ദിനാറുണ്ട്. നാട്ടിലൊരു 10-60,000. ഷേബേ, ഞാൻ ഉപദേശിക്കാൻ തോന്നുന്നു. നമ്മളെ മലയാളികളുടെ ഒരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ സാലറി ഒന്നും നോക്കാതെ നാട്ടില് വീടിന് ലോൺ എടുത്തിട്ട് വലിയൊരു മണിമാളികൾ കിട്ടും. എന്നിട്ടോ ആ വീടിന്റെ കടം തീർക്കാനായിട്ട് ജീവിതകാലം വരെ ഗൾഫിൽ കടന്ന് കഷ്ടപ്പെട്ട് എന്താവും എന്നറിയും. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സാധിക്ക നീ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഇപ്പോഴത്തെ കല്യാണം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് ആഡംബരമായിട്ടുള്ള കല്യാണമോ. പിന്നെ ഈ ആഡംബരമായിട്ടുള്ള കല്യാണം നടത്തി കഴിഞ്ഞാലോ ഇതിൻ്റെ കടം വീട്ടാനും വേണ്ടി അവൻ വീണ്ടും ഗൾഫിൽ പോകും. ഗൾഫിൽ പോയി കഴിഞ്ഞാലോ ഈ കടം തീർന്നിടം വരെ അവനവിടെ നിൽക്കേണ്ടി വരും. ആ കെട്ടിയ പെണ്ണിൻ്റെ കൂടെ ഒരു മാസം പോലും അവന് തികച്ച് നിൽക്കാൻ പറ്റത്തില്ല. അതാണ് മോനെ ലോൺ എടുത്താലുള്ള അവസ്ഥ. ഷേബേ, അതുകൊണ്ട് നീ ഒന്ന് ഇരുന്ന് ചിന്തിക്കും. നിന്റെ കയ്യിലുള്ളത് പോലെ ഉള്ളത് വൃത്തിയായിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും നന്നാവും. ഇനി നിന്റെ ഇഷ്ടം പോലെ. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. സാധിക്കാൻ ഞാനത് ചിന്തിക്കാനിട്ടല്ല. പക്ഷേ